എ വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഓർഗനൈസേഷൻ ഈസ് നോട്ട് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ എന്നുള്ളത്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ അല്ല. അപ്പോൾ ഹിയർ വി ആർ ഡിസ്കസിങ് organizational behavior and other disciplines. Organizational behavior and other discipline. So in the sense OB is not treated as a single discipline. It used the knowledge developed by other disciplines, which means that it grab concepts and principles from behavioral sciences and other core disciplines of behavioral sciences. So what are the core disciplines of behavioral science? Which means that organization plus behavior, that is organizational behavior. So organizational behavior grab different concepts and techniques and methods from other disciplines. Mainly the core disciplines are behavioral science. So what are the other items or other subjects in behavioral science? First one is psychology, sociology, anthropology. These are the three elements which included in behavioral science, and it also grabs information from other non-core disciplines. I think you know what is the meaning of core and non-core. Okay, so what are the non-core disciplines are economics, engineering, political science, history, like these kinds of disciplines also contributing some kind of information or knowledge or techniques to develop organizational behavior. So by the use of organizational behavior, everyone can predict or they can direct human behavior in an organization. So that is one of the important advantage or aim of organizational behavior. We already discussed what is the objective of organizational behavior. I think so. സോ നമ്മൾ ഇന്ന് പറയുന്ന കാര്യം ഓർഗനൈസേഷൻ ബിഹേവിയറും അതർ ഡിസിപ്ലിൻസും എന്നുള്ള കാര്യമാണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസിൻ്റെ എച്ച് ആറിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ കുറേ നോളജാണ് ഉള്ളത്. അത് എടുത്തിട്ടുള്ളത് മെയിനായിട്ടും കോർ ആക്ടിവിറ്റി, അതായത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ബിഹേവിയറൽ സയൻസിൽ നിന്ന് തന്നെ സൈക്കോളജിയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയൊക്കെ ഈ ബിഹേവിയറൽ സയൻസിൽ വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെയാണ് കൂടുതലായിട്ട് വിവരങ്ങൾ ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അതുകൂടാതെ നോൺ കോറായിട്ടുള്ള എഞ്ചിനീയറിങ്, ആന്ത്രപ്പോളജി, മെഡിസിൻസ്, ഇങ്ങനെയുള്ള കുറേ സബ്ജക്റ്റ് എന്നും കൂടി കുറേ ഡിസിപ്ലിൻസ് എന്നും കൂടി ഇൻഫർമേഷൻസ് ഗ്രാബ് ചെയ്തിട്ടുണ്ടെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. സോ ബിഹേവിയറൽ സയൻസിൽ ഫസ്റ്റ് വൺ, അതായത് നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ അല്ല. അപ്പോൾ മെയിനായിട്ടും ഓർഗനൈസേഷൻ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ ഇൻഫർമേഷൻസ് കൂടുതലും എടുത്തിട്ടുള്ളത് സൈക്കോളജിയാണ്. സൈക്കോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് സൈക്കോളജി? ഇറ്റ്സ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ് ഓഫ് ബിഹേവിയർ അല്ലേ? നമ്മളിപ്പോൾ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ? ആ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവർ നമ്മളെ മനഃശാസ്ത്രപരമായിട്ട് പരിശോധിക്കും അല്ലേ? നമ്മൾ ഫിസിക്കൽ അല്ല, ഇറ്റ്സ് റിലേറ്റഡ് ടു behavior, which is identical behavioral science. So psychology is nearly identical with behavioral science. So എന്താണ് ഈ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പറയാമല്ലോ, ഒരാൾക്ക് ഒരാൾ സൈക്കോ എന്ന് പറയാറില്ല, ഭ്രാന്തൻ എന്ന് നമ്മൾ പറയാറില്ല. എങ്ങനെയാണ് ഭ്രാന്തൻ എന്ന് പറയാം?
അസാധാരണമായിട്ട് പെരുമാറുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നു അല്ലേ. അപ്പോൾ ഈ സൈക്കോളജി എന്താണ് ചെയ്യുന്നത്, ഇറ്റ് എക്സ്പ്ലെയിൻ സംടൈംസ് ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻസ് ആൻഡ് അതർ ആനിമൽസ് അല്ലേ. അപ്പോൾ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും സ്വഭാവത്തിൽ മാറ്റം വരുന്നത് മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഏതെന്ന് പറയുന്നത്, സൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെയും ഹ്യൂമൻ ബിഹേവിയറിനെയും അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു അല്ലേ. എന്നിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതിൽ പറയുന്നത്, സൈക്കോളജിയിൽ പറയുന്നത്. അപ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ OBയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത് സൈക്കോളജി ആണെന്ന് പറയാൻ കാരണം എന്താ, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ആണ് ഇവിടെ പറയുന്നത് ഓർഗനൈസേഷനിൽ അല്ലേ. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, ചേഞ്ച് ഇൻ മൈൻഡാണ് അല്ലേ. അപ്പോൾ സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് ലാർജ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ടിട്ട് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ലേണിങ്, മോട്ടിവേഷൻ എന്നുള്ള ടേമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, കമ്മിറ്റ്മെൻറ്റ്, ആബ്സെൻറ്റിസം, ടേൺ ഓവർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓരോ ഫീൽഡിലേക്കും വ്യത്യസ്തമായിട്ടുള്ള നോളജ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ആബ്സെൻ്റ് ആകുമ്പോൾ എന്താണ് കാരണം, അയാളുടെ മൈൻഡിൽ വന്ന ചേഞ്ചസ് ആണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ മൈൻഡിൽ വരുന്ന ചേഞ്ച് എന്താണ്, ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ആബ്സെൻ്റ് ആകുന്നു. അതിന് കാരണം എന്താ, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിനെ അതെന്ത് ചെയ്തു, മടുപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ജോലിക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ബിറ്ററായിട്ടുള്ള, അതിൽ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോഴും ഞാൻ ആബ്സെൻ്റ് ആകുന്നു. കാരണം എന്താ, അതും എൻ്റെ മനസ്സിനെ മടുപ്പിച്ചു, എൻ്റെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തി ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. അപ്പോൾ അതാണ് സൈക്കോളജിയുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ആറ്റിറ്റ്യൂഡ്, ലേണിങ്, മോട്ടിവേഷൻ, സ്ട്രെസ്സ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, കമ്മിറ്റ്മെൻറ്റ്, ആബ്സെൻറ്റിസം, ടേൺ ഓവർ, വർക്ക് വെൽബീയിങ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്കും സൈക്കോളജിയിൽ നിന്ന് കുറേ ഐറ്റംസ് അല്ലെങ്കിൽ കുറേ നോളജ് നമ്മൾ ഗ്രാബ് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ പറയുന്ന കാര്യം. അതുകൂടാതെ നമ്മൾ ഇമോഷൻ, ട്രെയിനിങ്, മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, വർക്ക് ഡിസൈൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെയും കൂടി ഈ സൈക്കോളജിയിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്രാബ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്, നമ്മുടെ സൈക്കോളജിയിൽ പറയാനില്ല. അപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാലും ഒരു മേജർ ഫീൽഡാണ് OBൻ്റെ. അവർ ലാർജ് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് ഉള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് സോഷ്യൽ സൈക്കോളജി. നമ്മളിപ്പോൾ ആദ്യം സൈക്കോളജിയാണ് പറഞ്ഞത്, രണ്ടാമത്തതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മേജർ ആസ്പെക്ട്സ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, OBൻ്റെ ഒരു മേജർ ആസ്പെക്ട്സ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് വി ആർ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് അല്ലേ. നമ്മളെല്ലാവരും മാറ്റങ്ങൾ വരുമ്പോൾ അത് അംഗീകരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അല്ലേ. പക്ഷേ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങളെന്ന് പറയുന്നത് അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് മാറ്റങ്ങളെന്ന് പറയുന്നത് അനിവാര്യം എന്ന് പറയുന്നത്, ബിസിനസ് വേൾഡ് ഈസ് എവർ ചേഞ്ചിങ് അല്ലേ. അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. സോ in order to be a competitive one in the market, every business organization should be flexible അല്ലേ. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ നോട്ട് ബി റെസിസ്റ്റൻസ് ടു ചേഞ്ച്. സം പീപ്പിൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ദേ ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ന്യൂ തിങ്സ് ഹാപ്പനിങ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇറ്റ് മേ ബി അല്ലെങ്കിൽ ഇറ്റ് മേ ബി ഗുഡ് ഓർ ബാഡ്, എന്തായിരിക്കോട്ടെ, അവരെന്തില്ല അതിനോട് മാറ്റത്തിനോട് പൊരുത്തപ്പെടാൻ ആരും തയ്യാറല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിരുന്ന ഒരു കൊല്ലം ഇരുന്ന ബെഞ്ചിൽ, ഇപ്പോൾ സൈഡ് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നമ്മൾ അതിൽ തന്നെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും അല്ലേ. നമ്മൾ അവിടുന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുമോ? അല്ലെങ്കിൽ ബസ്സിൽ കയറിയ സൈഡ് സീറ്റ്, അല്ലെങ്കിൽ തിയേറ്ററിൽ കയറിയ സൈഡ് സീറ്റ്, ഇതൊക്കെ നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കാത്ത അതെല്ലാം ജനറലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓർഗനൈസേഷൻ ആയാലും ശരി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാനുവലായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണെങ്കിൽ അതിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാത്ത ആൾക്കാരാണ് അല്ലേ. ഒരു 5 മിനിറ്റ് അധികം ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും റെസിസ്റ്റൻസ് ചേഞ്ചാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഈ സോഷ്യൽ സൈക്കോളജിയിൽ എന്താണ് ചെയ്യുന്നത്, സോഷ്യൽ സൈക്കോളജിസ്റ്റ്
മെയിൻലി അണ്ടർസ്റ്റാൻഡിങ് ഓർ മെഷറിങ് changing attitudes, communication patterns, the ways in which group activities can satisfy individual needs and group decision making process. This is the main പോയിന്റ് ഹാപ്പനിങ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്, മെഷർ ചെയ്യാണ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് എന്ത് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ്, ആരുടെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്, ഫോമലും ഇൻഫോമലും അല്ലെങ്കിൽ ഗ്രേമൈനൊക്കെ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്, അതുകൂടാതെ എങ്ങനെയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻഡിവിജ്വൽ നീഡ്സിനെയും ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏതിലേക്ക് ചെയ്തിട്ടുണ്ട്, ഏതിലേക്ക് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച്, കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇതൊക്കെ നമ്മളെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതും ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയേഴ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് പറയുന്നത് സോഷ്യോളജി. സോഷ്യോളജി വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്താ സോഷ്യോളജി? അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻസ് അല്ലേ. ഒരു എന്താ നമ്മുടെ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിൻ്റെ സ്റ്റഡിയാണ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻസ് എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം, മനുഷ്യന്മാർ അല്ലേ. എന്തുകൊണ്ട് ഈ സോഷ്യോളജി എന്ന് ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് ഇൻഫർമേഷൻസ് ഇത് കോറാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സോഷ്യോളജിന്ന് വിവരങ്ങൾ ഏതിലേക്ക് എടുത്തിട്ടുണ്ട്, ഓർഗനൈസേഷണൽ ബിഹേവിയറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ ഈസ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ദ സക്സസ് ഓഫ് വർക്കിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഗ്രൂപ്പ് ബിഹേവിയർ അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ ബിഹേവിയറാണ് ആ ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെ കാണിക്കുന്നത് അല്ലേ. ചില നല്ല ബിഹേവിയർ, നല്ല ഓർഗനൈസേഷൻ ഗ്രൂപ്പും ആണെങ്കിൽ സക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ വൈസ് വേഴ്സ ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ് സോഷ്യോളജി എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്? സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഉള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക, അവരുടെ സ്ട്രക്ചർ, അവരുടെ ഫങ്ഷൻസ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, സോഷ്യോളജി സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്മോൾ ഗ്രൂപ്പ്സ് within a society have contributed greatly to a more complete understanding of behavior within an organization. അപ്പോൾ ഓർഗനൈസേഷനകത്തുള്ള ചെറിയ ഗ്രൂപ്പുകൾ അവരുടെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ബിഹേവിയറിൻ്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്നത്, സോഷ്യോളജിയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പോൾ സോഷ്യോളജിയിലൂടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, സോഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു ഒരു ഓർഗനൈസേഷനിൽ. സോ അങ്ങനെ ഗ്രൂപ്പ് ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു, അവിടുത്തെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഓക്കെ. അപ്പോൾ സം ഓഫ് ദി ഏരിയാസ് വിത്തിൻ OB ദാറ്റ്, അതായത് സോഷ്യോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീൽഡ് എന്ന് പറയുന്നത്, ഒന്ന് ബ്യൂറോക്രസി, കമ്മ്യൂണിക്കേഷൻസ്, പവർ, കോൺഫ്ലിക്റ്റ്, ഇൻ്റർഗ്രൂപ്പ് ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നെക്സ്റ്റ് ആണ് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ നരവംശാസ്ത്രം അല്ലേ. ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് മെൻ, മനുഷ്യശാസ്ത്രം അല്ലേ, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ആന്ത്രപ്പോളജിയും ഓർഗനൈസേഷണൽ ബിഹേവിയറിലേക്ക് ലാർജ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ് ആന്ത്രപ്പോളജിയും ഓർഗനൈസേഷണൽ ബിഹേവിയറും തമ്മിലുള്ള ബന്ധം? ദ ബേസിക് റിലേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓർഗനൈസേഷൻ ബിഹേവിയർ മീൻസ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഓർ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽസ് ഇൻ ഓർഗനൈസേഷൻ. സോ മനുഷ്യന്മാരായതുകൊണ്ടാണ് ആന്ത്രപ്പോളജിയിൽ നിന്ന് സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മൾ ഗ്രാബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. സോ ആന്ത്രപ്പോളജിയിൽ ശരിക്കും എന്താ ചെയ്യുന്നത്, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് സൊസൈറ്റി ടു ലേൺ അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് അല്ലേ. സമൂഹത്തിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിനെ പഠിക്കുന്നത്? സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നാണ് ആന്ത്രപ്പോളജിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഈ ആന്ത്രപ്പോളജിയിലൂടെ നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് വാല്യൂസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയർ എമംഗ് പീപ്പിൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ്സിനും മാനേജേഴ്സിനും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവർക്ക് എഫക്റ്റീവ്ലി അവരുടെ ഓർഗനൈസേഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആന്ത്രപ്പോളജിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ.